ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചുവപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചുവപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലിക്കാരി മീൻ ചെമ്മീനെ പെണ്ണിന്റെ കൊട്ടേല് നെയ്യുള്ള പിടയ്ക്കണ മീനാണേ. ചെമ്പല്ലിക്കാരി മീൻ ചെമ്മീനെ പെണ്ണിന്റെ കൊട്ടയില് നെയ്യുള്ള പിടയ്ക്കണ മീനാണേ. പെണ്ണിന്റെ പഞ്ചാര പുഞ്ചിരി കട്ടൻ കലക്കിന്റെ കച്ചോടം. പെണ്ണിന്റെ പഞ്ചാര പുഞ്ചിരി കട്ടൻ കലക്കിന്റെ കച്ചോടം. അന്നത്തെ ചന്തേല കച്ചോടം പെണ്ണിന്റെ കൊട്ടയില് മീനായി. അന്നത്തെ ചന്തേല കച്ചോടം പെണ്ണിന്റെ കൊട്ടയിലെ മീനായി. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചുവപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലിക്കാരി മീൻ ചെമ്മീനെ പെണ്ണിന്റെ കൊട്ടയില് നെയ്യുള്ള പിടയ്ക്കണ മീനാണേ. മീനും കൊണ്ട് 5-6 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ. മീനും കൊണ്ട് 5-6 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ. നേരം പോയി മീനും ചീഞ്ഞ് അന്നത്തെ കച്ചവടം വെള്ളത്തിലായി. നേരം പോയി മീനും ചീഞ്ഞ് അന്നത്തെ കച്ചവടം വെള്ളത്തിലായി. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചുവപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലിക്കാരി മീൻ ചെമ്മീനെ പെണ്ണിന്റെ കൊട്ടയില് നെയ്യുള്ള പിടയ്ക്കണ മീനാണേ. മണിച്ചേട്ടന്റെ പാട്ടാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ട്, തൊണ്ടയൊക്കെ പിടിക്കുന്നുണ്ട്. അതൊന്നും ഇതിനൊരു ഇതല്ല, എന്നാലും പറയാം. എനിക്ക് മണിച്ചേട്ടൻ്റെ പാട്ടുകളൊക്കെ ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. മണിച്ചേട്ടൻ്റെ ഇപ്പോൾ ഈ കഴിഞ്ഞ 9ാമത്തെ ചരമദിനത്തിനൊരു പരിപാടി ഉണ്ടായിരുന്നു എനിക്ക് വടക്കാഞ്ചേരിയിൽ. അന്നൊരു പാട്ടൊന്നും പാടാൻ പറ്റില്ല. ഞാൻ അവിടെ തന്നെ ഇരുന്നിട്ട് എഴുതിയ ഒരു പാട്ട് ഞാൻ അവിടെ പാടുണ്ടായി മണിച്ചേട്ടനെ ഓർത്തുകൊണ്ട്. നല്ല ഒരു പ്രോത്സാഹനം കിട്ടി, നല്ല ക്ലാപ്പ് കിട്ടി, വലിയ സന്തോഷം തോന്നി. പക്ഷെ ആ പാട്ടിൻ്റെ അടുത്ത് മിസ്സായിപ്പോയി. വർക്കുണ്ടായതുകൊണ്ട് ഇപ്പോൾ പകലൊന്നും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ യൂട്യൂബിൻ്റെ ചാനലും അതുപോലെ ഫേസ്ബുക്കൊക്കെ വീണ്ടും റീച്ച് പോയി. യൂട്യൂബിലൊക്കെ വാച്ച് അവറേ കമ്മിയായി പോയി. അവർ വാണിംഗ് തരാൻ തുടങ്ങി. കണ്ടൻറ്റൊക്കെ നല്ല കണ്ടൻറ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലൂടെയൊക്കെ ഒരു വരുമാനം കിട്ടും, ആളുകൾ ഇഷ്ടപ്പെടും. എന്തായാലും നരൻ പുലാപ്പറ്റ ഫാമിലി വ്ളോഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ചെയ്യാത്തവരോടാണ് പറയുന്നത്. അതുപോലെ നരൻ പുലാപ്പറ്റ എന്ന പേജ്, 2 പേജുണ്ട്. രണ്ടും നിങ്ങൾ അടിച്ചാൽ കിട്ടും. ഒന്നിൻ്റെ പ്രൊഫൈൽ പിക്ചർ ഞങ്ങൾ 2 ആളുകളാണ്. ഒന്നിൻ്റെ ഞാൻ അമൃതയിൽ പാടുന്നതിൻ്റെ പ്രൊഫൈൽ പിക്ചറാക്കിയിട്ട് വെച്ചിരിക്കുന്നത് ഫോട്ടോ. അപ്പോൾ അത് രണ്ടും കണ്ടാൽ അറിയും. നേരത്തെ ഒരു ചാനൽ ഉണ്ടായിരുന്നു, അത് അതിൻ്റെ ഇപ്പോഴും നോട്ടിഫിക്കേഷനൊക്കെ വരുന്നുണ്ടാവാം പലർക്കും. അതിൽ മോശപ്പെട്ട വീഡിയോകളൊക്കെ വരുന്നുണ്ട് സ്റ്റോറി ആയിട്ട്. അപ്പോൾ അത് നിങ്ങളാരും മൈൻഡ് ചെയ്യണ്ട, കാരണം അത് എൻ്റെ കയ്യിൽ നിന്ന് പോയതാണ്, ഹാക്ക് ചെയ്യപ്പെട്ടാണ്. എനിക്കതിൽ കയറാനും പറ്റുന്നില്ല. നല്ല വെയിലാണ്, പകൽ മുഴുവൻ നല്ല വെയിൽ. അപ്പോൾ വൈകുന്നേരത്ത് എന്തായാലും ഒരു വേനൽ മഴ പോലെ ചെറുതായിട്ടൊന്ന് പെയ്തു. ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് ചെറുതായിട്ട് കിട്ടി. നന്നായിട്ടൊന്ന് പെയ്തിരുന്നെങ്കിൽ ഈ ചൂടിനൊരു ഉണ്ടാകുമായിരുന്നു. പിന്നെ അത് കുംഭമാസത്തിൽ പെയ്യുകയാണെങ്കിൽ നന്നായിരിക്കുമായിരുന്നു അല്ലേ. എല്ലാ കാര്യങ്ങൾക്കും ഒരു ഗുണമായിരുന്നു. അടുത്ത മാസം മീനമാസമാണ്. മീനത്തിൽ മഴ പെയ്താൽ മീനിന് പോലും ഇരയുണ്ടാവില്ല എന്നാണ് പറയുക. അതായത് വെള്ളമൊക്കെ വറ്റിപ്പോകുന്നർത്ഥം. കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പയിൽ മുളയ്ക്കുന്ന അറിയണം. നമ്മൾ എന്തിട്ടാലും മഴ പെയ്തു കഴിഞ്ഞാൽ എവിടെ ഇട്ടാലും അത് മുളയ്ക്കും എന്നുള്ളതിൻ്റെ അർത്ഥം. അതായത് അത്രയും നല്ലതാണെന്നാണ് പറയുന്നത് പഴയ കാരണന്മാർ. അത് ശരി തന്നെയാണ് സത്യത്തിൽ. എന്തായാലും ഞങ്ങളുടെ പൂരം വരാൻ പോവാണ്. മാർച്ച് 15-നാണ് പൂരം. നാളെ ചെറിയരാട്ട്, മറ്റന്നാൾ വലിയരാട്ട്. ഈ 2 ദിവസം തന്നെ ഉള്ളൂ. എന്തായാലും വലിയരാട്ട് ദിവസം ഞാൻ പണിക്ക് പോകും, കാരണം നിവർത്തിയില്ല. പിറ്റേ ദിവസം പൂരമായതുകൊണ്ട് നമ്മുടെ അടുത്ത് കാര്യങ്ങളൊക്കെ നടക്കണ്ടേ. ലോണൊക്കെ എല്ലാം അടവ് തെറ്റി കിടക്കുകയാണ്. എല്ലാം ഒരുപാട് സമ്മർദ്ദങ്ങൾ 4 പുറമുണ്ട്. എങ്കിൽ കൂടി നല്ല സന്തോഷമുണ്ട്, കാരണം ഒരുപാട് ആളുകൾ അംഗീകരിക്കുന്നു, സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. പൂരപ്പറമ്പിലൊക്കെ പോകുമ്പോൾ, അവിടുത്തെ പരിപാടികൾക്കൊക്കെ പോകുമ്പോൾ ആളുകളൊക്കെ വന്നിട്ട് 7-ാം തീയതിയിലത്തെ പരിപാടി നന്നായി, ഗംഭീരായി എന്നൊക്കെ പറയുന്നുണ്ട്. നല്ല ഒരു ഇതാണ് കിട്ടുന്നത്, വാക്കുകളാണ് കിട്ടുന്നത് എല്ലാവരിൽ നിന്നും. നല്ല പ്രോത്സാഹനം കിട്ടുന്നു 7-ാം തീയതിയിലത്തെ ആ ഒരു പരിപാടിക്ക്. എന്തായാലും വീണ്ടും പറയുകയാണ്, തെക്കൻ ദേശപൂര കമ്മിറ്റിക്ക് ഒരുപാട് നന്ദിയുണ്ട്, കടപ്പാടുണ്ട്. എന്തായാലും ഇനി ഇവിടുന്ന് അങ്ങോട്ട് അവരുടെ കൂടെ ഞാൻ ഉണ്ടാവും. ഇനിയും അവസരങ്ങൾ കിട്ടട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഇപ്പം എന്തായാലും ഏറ്റെടുത്ത പണി ചെയ്യാനുള്ളത് കൊണ്ട് അത് പറഞ്ഞ ഡേറ്റൊക്കെ മാറിപ്പോയി. വീണ്ടും അതങ്ങനെ വൈകിപ്പോയി. ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ. പെയിൻറ്റിങ് പണി, ഒരു വീടിൻ്റെ പെയിൻറ്റിങ് പണിയാണ്. അപ്പോൾ അതൊന്ന്
കഴിഞ്ഞ് കഴിഞ്ഞാലാണ് എനിക്കൊന്ന് ഫ്രീ ആവാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വീഡിയോസൊക്കെ നേരെ ഒന്ന് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ പണി ഉണ്ടാകുമ്പോൾ കാര്യങ്ങൾ കുറേയെങ്കിലൊക്കെ നടന്നു പോകും. അത് വേറൊരു സത്യം. അത്രയെങ്കിലും കടം വാങ്ങാതെ കഴിയും. എന്തായാലും നന്നായിരിക്കുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവണം, പ്രാർത്ഥനകൾ ഉണ്ടാവണം, എന്താ പറയുക, സപ്പോർട്ട് ഉണ്ടാവണം അല്ലേ? എന്താ ചെയ്യണം? ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഉറക്കെ പറ, അവർ കേട്ടിട്ടുണ്ടാവില്ല. ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ തരുന്ന പ്രോത്സാഹനമാണ് ഞങ്ങളുടെ. അതാണ്, നിങ്ങൾ തരുന്ന പ്രോത്സാഹനമാണ് ശരിക്കും ഞങ്ങളുടെ മുന്നോട്ടുള്ള യാത്ര. നല്ല കണ്ടന്റുകളൊക്കെ എനിക്ക് ചെയ്യാൻ കഴിയും. അറിയാലോ, ഞാൻ കഥ എഴുതുന്ന ഒരാളാണ്, സ്റ്റോറി ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്, തിരക്കഥയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരാളാണ്, അഭിനയിക്കാനും അറിയുന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പുതിയ നല്ല നല്ല കണ്ടന്റുകളൊക്കെ വെച്ചിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും. ഫേസ്ബുക്കും അതുപോലെ യൂട്യൂബിലൊക്കെ നല്ല വീഡിയോസ് ഇടാൻ പറ്റും. പക്ഷേ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ സമയങ്ങളില്ല എന്നുള്ളതാണ് കാരണം. ഏറ്റെടുത്ത പണികൾ, അതല്ലാതെ കുറേ പ്രശ്നങ്ങൾ, പിന്നെ ഈ പറഞ്ഞ പോലെ പണിക്ക് പോകാതിരുന്നു കഴിഞ്ഞാൽ ഈ അടവുകളും കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളാണ്. നമ്മളെ പോലെ പാവപ്പെട്ട ആളുകളൊക്കെ ഈ തലവെച്ച് കൊടുക്കുന്ന കുറേ മൈക്രോ ഫിനാൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നും പറഞ്ഞിട്ടൊന്നിനും വേണ്ടിയിട്ടല്ല, എല്ലാവരും പ്രോത്സാഹനം ഉണ്ടാകുക. തീർച്ചയായിട്ടും പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ചെറിയൊരു ട്രൂപ്പാണ് ഇപ്പോൾ തൽക്കാലം ട്രാക്ക് ഗാനമേളയാണ് ചെയ്യുന്നത്. ഓളം എന്നാണ് പേര്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ പിറന്നാളിന്, കല്യാണത്തിന്, അതുപോലെ തന്നെ ചെറിയ ചെറിയ അവസരങ്ങളിലൊക്കെ ഫംഗ്ഷനിലൊക്കെ നമ്മളെ വിളിക്കുക, അവസരം തരിക. അപ്പോൾ എന്താ വെച്ചാൽ എൻ്റെ കൂടെ 5-8 പേരുണ്ട്. അവർക്കും അവരുടെ ജീവിതത്തിലേക്കും അവരുടെ കുടുംബത്തിലേക്കും ഒരു കാര്യമാവും. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല ഒന്നും ചെയ്യുന്നത്. പിന്നെ ഒറ്റയ്ക്ക് വരാൻ പറ്റുന്നതൊക്കെ വരും, അത് വേറെ കാര്യം. എല്ലാവരും നന്നായിരിക്കുക, എല്ലാവരും നമ്മളെ പ്രോത്സാഹിപ്പിക്കുക, സപ്പോർട്ട് ചെയ്യുക. കൂടുതലൊന്നും പറയുന്നില്ല. സത്യം പറയുകയാണെങ്കിൽ മനസ്സൊന്നും ശരിയില്ലാത്തതുകൊണ്ട് അങ്ങോട്ട് ഒന്നും ക്ലിയർ ആവുന്നില്ല. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. നല്ലൊരു ശുഭരാത്രി നേരുന്നു. ഇനിയിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് വേണം ഇടാൻ, അപ്പോഴേക്കൊക്കെ ടൈം കഴിഞ്ഞു പോകും. അതുകൊണ്ടൊക്കെയാണ് റീച്ച് കുറവാണ് അല്ലേ? അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. പ്രാർത്ഥനകൾ, ഞങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാവും. ഞങ്ങളിങ്ങനെ ഒരുമിച്ച് നിന്നിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, വീഡിയോകളും കാര്യങ്ങളൊക്കെ, നല്ല നല്ല കണ്ടന്റ് ഉള്ളത് ചെയ്യാൻ കഴിയട്ടെ, അവസരങ്ങൾ ഉണ്ടാവട്ടെ, സമയം കിട്ടട്ടെ. നമുക്കൊരു വരുമാനത്തിലൊക്കെ വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഫുൾ ടൈം അതിൻ്റെ പിന്നാലെ നിൽക്കും. നമ്മളെ കൊണ്ട് പറ്റുന്ന നന്മകൾ ചെയ്യും. എല്ലാവരെയും കൂടെ ഉണ്ടാവും, എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരാൻ പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം മനസ്സെത്തുന്നിടത്ത് നമ്മുടെ കൈയെത്തില്ലല്ലോ. അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ. നല്ലൊരു ശുഭരാത്രി നേരുന്നു. ടാറ്റ ബൈ. താങ്ക് യു.